ഹായ് എവരി വൺ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ചെയ്യുന്നത്. അതായത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ബെറി അപ്പ്. അപ്പോൾ ഇന്ന് ഞാനൊരു ബെറി അപ്പിൻ്റെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് കഴിച്ച് നോക്കേണ്ട ഐറ്റം തന്നെയാണ്. കുറച്ച് റിച്ച് ആണെങ്കിലും നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണത് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് ഓട്സ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ഓട്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനങ്ങനെ പ്രത്യേകിച്ചൊരു അളവൊന്നുമില്ല, എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ഇനി ഓട്സ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ചൂടായിട്ടിരിക്കുന്ന ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കരിഞ്ഞു പോവാതെ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഓട്സ് നമ്മൾ വറുത്തെടുത്ത് ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് യോഗർട്ടാണ്. അപ്പം നമുക്ക് യോഗർട്ട് എടുത്തിട്ട് 2 ബൗളിലേക്കും കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അപ്പം എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ബൗളിലുള്ള യോഗർട്ടിലേക്ക് നമുക്ക് സ്ട്രോബെറിയുടെ ക്രഷ് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഫ്ലേവറിനനുസരിച്ചും അതുപോലെ മധുരത്തിനനുസരിച്ചൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി മറ്റേ ബൗളിലുള്ള യോഗർട്ടിലേക്ക് ബ്ലൂബെറി ക്രഷ് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമുക്കിതിലേക്ക് വേണ്ട പ്രധാനപ്പെട്ട സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്ട്രോബെറിയുടെ മിക്സും അതുപോലെ ബ്ലൂബെറിയുടെ മിക്സും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 2 ബെറി മിക്സ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കോൺഫ്ലെക്സ് വേണം, അതുപോലെ നട്ട്സ് വേണം, പിന്നെ ഫ്രൂട്ട്സ് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ആപ്പിളും പഴവുമാണ് ചെറുതായിട്ട് മുറിച്ച് എടുത്തിട്ടുള്ളത്. നട്ട്സ് അതുപോലെ ബദാമും അണ്ടിപ്പരിപ്പും പിസ്തയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബെറിയപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതുപോലുള്ള ഗ്ലാസ് പേപ്പർ ഷീറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ഡെക്കറേഷനൊക്കെ ചെയ്യുന്ന ഷീറ്റ് ഉണ്ടല്ലോ, അത് ഇതുപോലെ നമ്മൾ പുൾമി അപ്പ് കേക്കൊക്കെ ചെയ്ത പോലെ തന്നെ ഇതുപോലെ റോൾ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഗ്ലാസ്സിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളിത് കമഴ്ത്തി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വലിച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ഷീറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ ശരിക്ക് ഇത് 2 ഭാഗത്ത് ഹോളായിട്ടുള്ള ഒരു ഗ്ലാസ്സിലാണ് കേട്ടോ നമുക്ക് പുറത്തൊക്കെ പോയാൽ കിട്ടുക. അപ്പോൾ ദാ നമ്മൾ ഷീറ്റ് ഇവിടെ റോൾ ചെയ്തിട്ട് ഇതാ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു പ്ലേറ്റിൽ വെച്ച് കൊടുത്തു. ഇനി നമുക്കിതിൻ്റെ ഫസ്റ്റ് ലെയർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ ലെയർ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വറുത്തെടുത്തിട്ടുള്ള ഓട്സ് ആണ് കേട്ടോ. അപ്പോൾ അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോൺഫ്ലെക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ കോൺഫ്ലെക്സും എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ കോൺഫ്ലെക്സ് ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സ് ഏതൊക്കെയാണോ അതൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. ഏതൊക്കെ ഫ്രൂട്ട്സ് ആണോ കയ്യിലുള്ളത് അതൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ആപ്പിളും അതുപോലെ പൂവമ്പഴം ചെറുതായിട്ട് മുറിച്ചെടുത്തതും കൂടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിൽ സ്ട്രോബെറി ക്രഷും യോഗർട്ടും കൂടെ മിക്സ് ചെയ്തെടുത്തത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് മിക്സ് ചെയ്തെടുത്തത് മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലൂബെറിയുടെ ക്രഷ് മിക്സ് ചെയ്തെടുത്തതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് വാനില ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഐസ്ക്രീം കട്ടയായിരിക്കാതെ ഒന്ന് ലൂസായിട്ടുള്ള ഐസ്ക്രീമാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഐസ്ക്രീമിൻ്റെ ബോക്സ് ഒന്ന് കുറച്ച് നേരം പുറത്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് നല്ല കുറച്ചൊരു ലൂസായിട്ടുള്ള ഐസ്ക്രീം കിട്ടും. അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ബെറിയപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാം ഇത് എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത്. കാണാനുള്ള ഭംഗി പോലെ തന്നെയാണ് ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഷീറ്റ് വെച്ചിട്ട് തയ്യാറാക്കുകയാണെങ്കിൽ ഇതൊരു 2-3 പേർക്ക് കഴിക്കാനുണ്ടാവും കേട്ടോ. ഇനി നമുക്ക് ഈ ഷീറ്റ് പതുക്കെ മുകളിലേക്ക് വലിച്ചെടുക്കാം.
അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്